വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഫുട്ബോളിലൊരു മാച്ചായിട്ടാണ്. അപ്പം എന്തുവാ, ഞങ്ങൾ തമ്മിലൊരു ഇതാക്കിയിരിക്കുകയാണ്. ഞാൻ എന്തായിരുന്നു ബെറ്റ് വെച്ചു. ഞാൻ ഇന്ന് കളി തുടങ്ങിയതേ ഉള്ളൂ. അവൻ കുറേ നാളായി ഗൈസ് കളി തുടങ്ങിയിട്ട്. അതുകൊണ്ട് അവൻ എന്നെ വെല്ലുവിളിച്ചു. അപ്പോൾ ഞാൻ ഈ ഫുട്ബോളിലോട്ട് വന്നു. പിന്നെന്താ, അത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മൾ മാച്ചിലോട്ട് പോവുകയാണ്. അതെ, മാച്ച് കൊടുക്കും. കുറെ നാളും കളി തുടങ്ങി, എനിക്ക് ഇപ്പൊ വന്നുള്ളൂ. നമ്മുടെ കുറെ വീഡിയോ എനിക്ക് കാണും. നമ്മുടെ ന്യൂബറോബ് മിനി മിൽട്ടൻ എന്റെ ഒപ്പം കളിച്ച് തോറ്റ് നാണം കിട്ടപ്പോ ഇതിനകത്തോട്ട് വന്നു. ഇതിനകത്തോട്ട് അവന്റെ അക്കൗണ്ട് പോയി. കാര്യമൊക്കെ നിങ്ങൾ പറഞ്ഞു കാണുമല്ലോ. എന്റെ അക്കൗണ്ട് പോയി ഗൈസ്, നോക്കിക്കൊണ്ടുപോയി. ഗൈസ്, നമ്മളിപ്പോ ഫ്രീ ഫയറിന്റെ ഒരു വീഡിയോ വേണോ വേണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യുക. ഫ്രീ ഫയറിന്റെ വീഡിയോ ആണ്, കോമഡി ആയിരിക്കും ഗൈസ്, സീനായിരിക്കും. സത്യം. ഓക്കെ, അർജന്റീന വേഴ്സസ് റിയൽ അല്ല ബാർസലോണ. അത് തന്നെ. ഇതില് പല പൊട്ടത്തര പറഞ്ഞിരിക്കും ഞാനും. അവന്റെ ഹാരിക്കെയിനാണ് ഗൈസ്. നമ്മൾ 5 മുട്ടയാക്കുന്നതായിരിക്കും. 5 മുട്ടയാക്കുവാണെങ്കിൽ ഒന്നുമില്ല. ഒരു ബെറ്റ് വെച്ച് എന്റെ ക്ഷീണം തീർന്നിട്ടില്ല ഗൈസ്. ആ അക്കൗണ്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതെ അതെ, ഞാൻ കളി നിർത്തി കഴിയുമ്പോ തരാട്ടാ. നീ എന്ത് കളി നിർത്താനാ? അതെനിക്കറിയില്ല. അയ്യോ ഗൈസ്, അവൻ ഗോളടിക്കോ നിങ്ങൾ പറ. ഞാനങ്ങനെ സമ്മതിക്കോ? ഇല്ല, സമ്മതിക്കൂല. ഈ പരമശിവത്തിന്റെ പോസ്റ്റ് വിട്ട് നീ എനിക്ക് നെറ്റ് പോയി. ഗോൾ അടിക്കുന്ന എനിക്കൊന്ന് കാണണല്ലോടാ. അയ്യോ, എനിക്ക് കാണണ്ട. ഞാൻ ചുമ്മാ പറഞ്ഞ പിന്നെ കണ്ടോളാം. ഞാൻ മനഃപൂർവ്വം അടിക്കാതില്ല, ഷൂട്ട് ചെയ്യാൻ പാടില്ല. അല്ലാതെ കഴിവില്ലാത്തല്ല. അല്ലല്ല, നീ എന്നെ പറ്റി എന്ന് വിചാരിച്ചേ? അല്ലോ ഗൈസ്, അവൻ കൊണ്ടുപോയി. ഗൈസ് അവൻ ഗോൾ അടിക്കില്ല ഗൈസ്. അല്ലെങ്കിൽ ഞാനിപ്പോ ഗോൾ അടിച്ചാൽ അയ്യോ, എന്റെ ടീം കൊള്ളൂല്ലാത്തോണ്ടാണ് ഗൈസ്. ഇല്ലെങ്കിൽ ജസ്റ്റ് പ്രോ ആയിരിക്കും. അത്രേ ഉള്ളു ഗൈസ്. അവന് വരെ മനസ്സിലായി. എന്റെ ടീം കുറച്ച് വിഷയമാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാനും 3-4 ആഴ്ച ആയുള്ളൂ കളി തുടങ്ങിയിട്ട്. അല്ലല്ല, അവൻ 1 മാസം മുമ്പ് കളി തുടങ്ങിയെന്നാണ് അവൻ പറഞ്ഞേ. അയ്യോ, എന്നെ കൊണ്ട് പോടാ, എടുത്തോണ്ട് പോലെടാ. നീ അങ്ങനെ എടുത്തോണ്ട് പോവില്ല നീ ഒന്നും. ലയണൽ മെസ്സിയാണ് നമ്മുടെ ഒപ്പം നിൽക്കുന്നത്. അയ്യേ, എന്നെ കാണിച്ചേ കൂട്ടത്തില. അയ്യേ, നീ ബാക്കിലോട്ട് പാസ് കൊടുത്തോ മണ്ട. അയ്യോ, എന്റെ പിന്നെയും പോയേ. എന്റെ ഞാൻ എന്ത് നൂപനാ, എന്ത് കഷ്ടമാ. ഓക്കെ ഗൈസ്, നമ്മൾ കൊണ്ടുപോവാണ്. അയ്യോ, ഒരു ലോങ് ഗോൾ അടിച്ച് നമുക്ക് ഷോ കാണിക്കാൻ വിചാരിച്ചാ. പക്ഷേ അവിടെ നിന്നൊക്കെ ആരെങ്കിലും ഗോൾ അടിക്കോ ഗൈസ്? നിങ്ങൾ പറ. ഞാൻ അടിക്കും ഗൈസ്. എന്നിട്ട് അടിച്ചോ ഗൈസ്? ഞാൻ അടിക്കും. അടിച്ചു. അയ്യോ ഗൈസ്, ഇതിൽ അവനെ 5 ഗോൾ അടിക്കുന്നവനെ വെല്ലുവിളിച്ചാക്കുവാണ്. അല്ലെങ്കിൽ അവനെ ആ ബെറ്റ് നേരത്തെ ബെറ്റ് വെച്ചായിരുന്നു. ആ ബെറ്റ് അവൻ പിൻവലിക്കണം. ഇല്ല, അയ്യോ എന്നാ പരിപാടി അത്? സെക്കൻഡ് ഹാഫിൽ 5 ഗോൾ അടിക്കാം. ഈ ഹാഫിൽ ഞാൻ ഗോളൊന്നും അടിക്കാൻ നോക്കുന്നില്ല. സെക്കൻഡ് ഹാഫിലല്ല, നീ ഒരു മാച്ച്, അടുത്ത മാച്ച് എടുക്കുകയാണെങ്കിൽ നീ 5-0 തന്നെ പൊട്ടിക്കില്ല. ഞാൻ ഉറപ്പ് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണേ. ഇവിടെ ഞാനുണ്ട്. എന്നെ നീ കൊറേ അറിയാനുണ്ടോ? പൊട്ടിക്കാൻ നമ്മുടെ ഫേസ് റിവീൽ നടത്തും.
ഇത് 5-0 തോപ്പിക്കുകയാണെങ്കിൽ എന്നാ ഞാൻ നിന്നെ 5-0 തോപ്പിക്കില്ല. ഗൈസ് ഇടയ്ക്കിടയ്ക്ക് നെറ്റ് ഒന്നും ശരിയായ ഇഷ്യൂ ഉണ്ട്. ത്രോ എടുക്ക ത്രോ നമ്മൾ നല്ല കിടിലായിട്ട് എടുക്കാൻ അവനെ നമ്മൾ കാണിച്ചു കൊടുക്കാം. പേരില്ല രാജത്തെ രാജകുമാരനെ കൊണ്ടുപോണേ. അവന്റെ കാലം നല്ല പോയേ. അതെ അവന്റെ എന്നാ പോയേ. ജസ്മിന്റെ ഇടയ്ക്ക് എന്താ പാട്ടൊക്കെ കേട്ടില്ല ഗൈസ്. നെറ്റ് പോയി. അയ്യോ ഞാൻ എന്നെ കാണിച്ച് എടാ ഷൂട്ട് ബട്ടനാന്ന് വിചാരിച്ച ഏതോ ബട്ടൺ നീക്കി. നെറ്റില്ലാത്തോണ്ട് ഞാനത് റൊണാൾഡോ അതല്ലേ. ആർക്കൊക്കെ വോട്ട് ചെയ്ത് നിങ്ങളുടെ കമന്റ് ചെയ്യട്ടോ. നിങ്ങളുടെ പഞ്ചായത്തിലുള്ള പേര് എഴുതിയിട്ടാ മതി. ഞങ്ങൾക്കറിയാൻ ചെറിയൊരു ഇതുണ്ട്. ഞങ്ങളൊക്കെ നിരീശ്വരവാദികളല്ല. അയ്യോ പിന്നെ ഒരു ലോങ് ഗോൾ ട്രൈ ചെയ്തതാണ്, പക്ഷെ അത് നടന്നില്ല. ഇവന്റെ ലോങ് ഗോളൊക്കെ ഉണ്ട്. ഈ ചിരിയൊരു ഗൈസ് അതുപോലത്തെ ലോങ് ഗോളാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ അറിഞ്ഞോണ്ട് അടിക്കണല്ല, ചുമ്മാ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് കഴിക്കുമ്പോ പോസ്റ്റിനെ കൊണ്ട് അടിക്കുന്നതാണ്. ഡബിൾ ടാപ്പ് കഴിക്കുമ്പോ പോസ്റ്റിനെ അങ്ങോട്ടാവോ? അയ്യോ അത് പറഞ്ഞു കൊടുത്തോ. ചുമ്മാ പറഞ്ഞ ഡബിൾ ടാപ്പ് അല്ല, പിന്നെ സിംഗിൾ ടാപ്പ് ആയിരിക്കും. കണ്ടോ സീനൊക്കെ പറ്റുമോ? നീയല്ല ബോട്ടിന്റെ കഴിവാ, ബോട്ടിന്റെ കഴിവ്. മമ്മൂട്ടിയുടെ പുതിയ പടം കണ്ടോടാ? നീ ഉണ്ടോ? നീ ഉണ്ടോ? എന്നിട്ട് കളങ്കാവലോ? അത് തന്നെ, എന്തോ ഒരു കാവലം. നിങ്ങൾ കണ്ടോ ഗായ്സ്? അടിപൊളി പടം എന്നാണ് കേട്ടോ ഗായ്സ്. ഗായ്സ് 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 ഹാഫ് ടൈം 63 പൊസിഷൻ ആർക്കാ, 3 ഷോട്ട് ആർക്കാ, 2 ഷോട്ട് ഓൺ ടാർഗറ്റ് ആർക്കാ, 40 പാസസ് ആർക്കാ, 27 സക്സസ്ഫുൾ. ഷോട്ടിലൊന്നും കാര്യമില്ല, ഷോട്ട് അടിച്ചു കാണിക്കണോ? കണ്ടോ ഗോൾ അടിച്ചോ, ഗോളിൽ കാര്യം ആണോ? ഗോളിലാണോ കാര്യം? 5-0 നീ പറഞ്ഞാക്കുന്നേ, 5-0 എടുത്തിരിക്കണം നീ. ഗോളിന് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒറ്റ അടിയും കടിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ അവന്റെ കയ്യിലെ പന്തം കൊടുത്തു വിടും. അവന് എന്റെ പോസ്റ്റിൽ എത്തിച്ചു കൊടുക്കും. ഉത്തരവാദിത്തമുള്ള ചെറുക്കനാ, പോസ്റ്റ് പന്ത് കറക്റ്റ് ആയിട്ട് എത്തിക്കും. അയ്യോ ഗൈസ് ഷോട്ട് ഓൺ ടാർഗറ്റ് ആർക്കാണ് നോക്ക് ഗൈസ്. ഇത് എത്ര ഗോൾ ഗോൾ ഗൈസ്, ഗോൾ ഗോൾ ഗോൾ. അവൻ വെല്ലുവിളിച്ചേക്കുന്നത് 5-0 അതവന് പറ്റില്ല. എന്റെ ഗോളിയുടെ കാലൊടിഞ്ഞായിരുന്നു, അതുകൊണ്ടാ, അല്ലെങ്കിൽ എടുത്തതിന് മാച്ച്. കണ്ടോ ഗൈസ്, ഈ പ്രാവശ്യം ഞാൻ എനിക്കുള്ള പന്തായത്. ഇത് നോക്കിക്കോ ഗൈസ്, ഇത് നോക്കിക്കോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പുതിയതായിട്ട് കളി തുടങ്ങിയ ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് അതിനുള്ള ഇത് വരുന്നില്ല. പരിഗണനയാണ് ഉദ്ദേശിച്ചത്. പണിഘടന പണി. ഓ അയ്യേ, ഓ ഭാഗ്യം. ജസ്റ്റ് മിസ് ഗൈസ്, ജസ്റ്റ് മിസ്. ഗൈസ് അവൻ 5-0 എന്നെ പൊട്ടിക്കുവാണെങ്കിൽ ഞാൻ തലമുടി മുട്ടയടിച്ചൊരു ഫോട്ടോ എടുത്ത് ഇതിനകത്ത് അയച്ചു തരുന്നതാണ്, യൂട്യൂബിലോട്ട് ഇടും. അവന്റെ തല ഓൾറെഡി പൊട്ടയാണ് ഗൈസ്. അതിൽ കൂടുതൽ പിന്നെ തലയിലെ തൊലി മൊത്തം ഷേവ് ചെയ്ത് കളയണോ, എന്നിട്ട് മൊട്ടാന്ന് പറ. അങ്ങനെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അവന്റെ മുടി മൊത്തം മൊട്ട അടിച്ച ചേരുന്ന വിഷമാണ്. ഞാൻ അത്രയും മൊട്ട അടിച്ചില്ല, ഞാൻ ഫ്രണ്ട് എടുത്തില്ല.
ബാക്ക്ഗ്രൗണ്ട് ഒന്നും ശ്രദ്ധിക്കരുത്. ഓ ആ ഷോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സ്വന്തമായിട്ട് അടിച്ചാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതന്നെ സ്വന്തമായിട്ട് അടിച്ചവർ ആർക്കും ഇഷ്ടപ്പെട്ടൂടെ. അയ്യേ അത് അടിച്ചില്ലേ നാണക്കേടായിട്ടുണ്ട്. അയ്യോ എന്ത് കഴിവാ നോക്ക്. വേറെ നല്ല ഇവിടെ ചെറിയൊരു ബിസി ആയിട്ട് ഇങ്ങോട്ട് പോയേക്കായിരുന്നു. അപ്പൊ ഞാൻ ഇനി കുറച്ചു നേരം കളിക്കുന്നില്ല. അത് തന്നെയാണ് എടീ ഈ ഫുട്ബോൾ തന്നെ കളിക്കില്ലടാ. കണ്ടോ ഗൈസ്, കറക്റ്റ് സമയത്ത് ഞാൻ വന്നു. ഗോൾ അടിക്കാൻ അവനായപ്പോഴത്തേക്ക് ഞാൻ വന്നു. ടച്ചൊക്കെ നോക്ക് ഗൈസ്. ഞാൻ ആരാ മെസ്സിയോ? ഞാനിവിടെ പകുതി സമയം ഇല്ല, അതുകൊണ്ടാണ്. അയ്യോ ഗോളി പോണു. ഗൈസ് അവന് ഇത് എടുക്കാൻ അറിയാൻ പാടില്ല എന്ന് തോന്നുന്നു. എന്നെ കാണിക്കടേ. നീ ഹാഫ് പോസ്റ്റിന്നൊക്കെ എങ്ങനെ ഗോൾ അടിക്കാൻ നോക്കണേ. ഗൈസ് അവനെ നേരെ പേഴ്സണലായിട്ട് ഫുട്ബോൾ ട്രെയിനിങ്ങിനൊക്കെ പോകുന്നുണ്ട്. നമ്മളത് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് എന്താണെന്നോ ഇല്ലല്ലോ. നമുക്കത് അങ്ങനെ ബഗ്ഗായതാണ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ നെറ്റ് കറക്റ്റാവും. അന്നേരം എൻ്റെ തലയിൽ നിന്നുള്ള ബോധമൊക്കെ ചാടി പോവും. അപ്പൊ ഞാൻ കൊരങ്ങനാവും, എന്നിട്ട് മനുഷ്യനാവും. കൊരങ്ങനല്ല, വേറൊരു മൃഗമാവും. ആ മൃഗത്തിന്റെ പേര് ഞാൻ പറയണില്ല. ആ മൃഗത്തിന്റെ പേര് നീ പറ. ഡി കുട്ടി. അത് ഡി കുട്ടി. ഡി കുട്ടിയോ? അതെന്ത് സാധനം? യു കുട്ടി അവസാനിക്കും. ഡി കുട്ടി യു കുട്ടി എന്താ പറഞ്ഞേ? ഡി യു എൻഡിങ് യു. അതില് 2 ഡി ഉണ്ട്. എന്തുവാ പറയടാ അത്? 2 ഡി ഉണ്ട്. എടാ എന്തുവാന്ന് പറയടാ ഒന്ന്. ഇനി നീ മനസ്സിലാക്കിയില്ലെങ്കിൽ 2 ഡി ഡോഗോ? ശരി, നിന്നെ തന്നെ ഒന്ന് ആലോചിച്ചേ, അപ്പൊ കിട്ടും. എന്തുവാന്ന് പറയടാ. നീ ആലോചിച്ചെടുക്ക. എടാ ഒന്ന് പറ. അല്ല വേണ്ട, സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. കമന്റ് ബോക്സ് തന്നെ പറയണം. ബോക്സ് പറയണേ. ഒന്നോടെ കൊടുക്ക. 2 ഡി ഉണ്ട്. സ്റ്റാർട്ടിങ് ഡി, പിന്നെ എൻഡിങ് യു. പിന്നെ സ്പെല്ലിംഗ് പറഞ്ഞെടുത്താ പോലെ. കുറച്ചധികം വാക്കുണ്ട്. അടിപൊളി ഒരു വാക്കാണ്. എന്റെ പൊന്നും മുട്ടയും മിണ്ടാതിരി. അവൻ മുട്ടത്തല അടിച്ചോണ്ട് വന്നിട്ടാണ് അവൻ എന്നോട് പറയണേ. ആര് മുട്ട? 50 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവന്റെ ഒരു പാട്ട് നമ്മൾ ഇറക്കുന്നതാണ്. അയ്യോ എന്ത് പാട്ടായിരുന്നത്. ഇടയ്ക്ക് ഈ കലാകാരതയൊക്കെ ഒരു പാടുന്നതാണ്. അവൻ 5-0 ജയിച്ചോ. വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.